കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിട അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. ബിന്ദുവിന്റെ അവസാന വാക്കാണ്. ബിന്ദു എന്തെങ്കിലും പറഞ്ഞാല് അത് അമ്മയ്ക്ക് തൊട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മരണം അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല. വിളിച്ചു പറയുക ആരാണ്ട് ഒരു തള്ള വിളിച്ചു പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറഞ്ഞില്ല. ബിന്ദു മരിച്ചത് എന്താണോ വേണ്ടത് അത് ഞങ്ങൾ ചെയ്തു തരുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്രി സംസാരിച്ചു പറയുന്നത് ബിന്ദുവിന്റെ അവസാന വാക്കാണ്. ബിന്ദു എന്തെങ്കിലും പറഞ്ഞാല് ഗോകുൽ രമേശുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം, ആരോഗ്യമന്ത്രി ഇന്ന് സന്ദർശിക്കുമെന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സന്ദർശനം കഴിഞ്ഞിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? മോർണിംഗ്. എന്തായാലും ഏറെ വൈകിയാണെങ്കിലും ആരോഗ്യമന്ത്രി ആ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. ഇന്നലെ അവിടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ എത്തിച്ചേർന്നിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ തന്നെ മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെ മന്ത്രി വീണ ജോർജ് ആശ്വസിപ്പിച്ചു. മകളെയും പോയി കണ്ടു. ബിന്ദുവിന്റെ മകൾ നവമി തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. മകളെയും പോയി കണ്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മന്ത്രി കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഒപ്പം കുടുംബാംഗങ്ങൾ തങ്ങളുടെ ആശങ്കയും പരിഭ്രമവും മന്ത്രിയോട് പങ്കുവച്ചിട്ടുണ്ട്. ബിന്ദുവിന്റെ ഭർത്താവ് നവമിയുടെ അച്ഛൻ വിശ്രുതനടക്കം കൂടുതൽ കാര്യങ്ങൾ മന്ത്രിയോട് തങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് തങ്ങളുടെ മകളുടെ ചികിത്സ തന്നെയാണ് പ്രധാനമായിട്ടും ആ കുടുംബം മന്ത്രിക്ക് മുന്നിൽ വെച്ച ആവശ്യം. അത് എത്രയും വേഗം തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും മന്ത്രിയോട് പങ്കുവയ്ക്കുകയുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച തന്നെ, നാളെ മുതൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ട് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് ചേർന്നിട്ട് തിങ്കളാഴ്ച മുതൽ തന്നെ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നൽകണം എന്നുള്ള തീരുമാനം മെഡിക്കൽ കോളേജിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇവർക്ക് ആശുപത്രിയിലെത്തി ആ ചികിത്സ ആരംഭിക്കാം. പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള രീതിയിൽ ആ ചികിത്സ പൂർത്തീകരിക്കാനുള്ള ഉറപ്പും മന്ത്രി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ബിന്ദുവിന്റെ മകൻ ഒരു താത്കാലിക ജോലി മെഡിക്കൽ കോളേജിൽ മന്ത്രി വി എൻ വാസവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുടുംബം പറയുന്നത് മകൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അപ്പോൾ അവന്റെ ആ പഠനത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി തന്നെ ലഭ്യമാകണം. സ്ഥിരമായിട്ടുള്ള ഒരു ജോലി ആവശ്യമുണ്ട്. കാരണം ബിന്ദു ആയിരുന്നു ആ കുടുംബത്തിന്റെ അത്താണി എന്ന് പറയുന്നത്. ബിന്ദു ജോലി ചെയ്തിട്ടായിരുന്നു ഈ മക്കളെ അടക്കം പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ബിന്ദുവിന്റെ ഒരു അസാന്നിധ്യം അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ മകനൊരു സ്ഥിര ജോലി ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. ജോലി നൽകണം എന്നുള്ളൊരു ആവശ്യവും മന്ത്രിക്ക് മുന്നിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആവശ്യം എന്തായാലും പരിഗണിക്കാമെന്നുള്ള കാര്യവും മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ധനസഹായം സംബന്ധിച്ച് ഈ മന്ത്രിസഭയിലായിരിക്കും അതിന്റെ തീരുമാനം ഉണ്ടാവുകയെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതും ഉറപ്പായിട്ടും ഉണ്ടാകും. അല്ലെങ്കിൽ അത് ധനസഹായ പ്രഖ്യാപനവും ഉറപ്പായും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുടുംബത്തിലെത്തി അവിടെ സന്ദർശിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ വീട്ടിൽ നവമിയെ പോയി കണ്ടു. നവമി ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ശസ്ത്രക്രിയ നടന്നില്ല. അതിനു മുമ്പ് നവമിയുടെ ഈ മറ്റ് ചിലവുകളൊക്കെ ചികിത്സാ സഹായമൊക്കെ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നവമിയുടെ തുടർ ചികിത്സ എങ്ങനെയായിരിക്കും? പ്രത്യേക മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിക്കുമെന്ന് ഗോകുൽ തന്നെ കുറച്ച് മുൻപ് പറയുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ കുടുംബത്തിന് നൽകാനുള്ള ധനസഹായം മന്ത്രി വി എൻ വാസവൻ അവിടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ഒരു ആശ്വാസം കണക്കെ 50,000 രൂപ നൽകിയിരുന്നു. പ്രതിപക്ഷം 1 കോടി രൂപ, കുറഞ്ഞത് 25 ലക്ഷമെങ്കിലും ആ കുടുംബത്തെ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാർ ഈ ധനസഹായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ മന്ത്രി വീട്ടുകാരോട് സംസാരിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തോ? ഇന്നലെ മന്ത്രി വാസവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ ജോർജും ഈ കാര്യത്തിൽ കുടുംബത്തോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ധനസഹായം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭ 11-ാം തീയതി ചേരും. അതിനുശേഷം ഉചിതമായിട്ടുള്ള തീരുമാനം ആ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഇന്നലെ റിപ്പോർട്ടടക്കം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഉചിതമായ ധനസഹായ പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് എത്രയായിരിക്കും, എത്രത്തോളമായിരിക്കും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും ധനസഹായ പ്രഖ്യാപനം ഉണ്ടാകും. അത് ഉറപ്പാണ് എന്നുള്ള രീതിയിൽ കുടുംബത്തിന് വാക്ക് നൽകിയിട്ടുണ്ട് മന്ത്രി. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ചികിത്സ എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അവിടെ ഈ മെഡിക്കൽ യോഗം ചേർന്നുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മന്ത്രിമാർ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എപ്പോൾ അവിടെ എത്തിയാലും ഈ കുടുംബം നവമിയെ കുട്ടി എപ്പോൾ ആശുപത്രിയിൽ എത്തിയാലും അപ്പോൾ മുതൽ ചികിത്സ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി അത് സൗജന്യ
സൗജന്യമായി തന്നെ നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ ഉറപ്പായിട്ട് മന്ത്രി നൽകിയിരിക്കുന്നത്. ഓക്കെ ഗൂഗിൾ, ശരി. അപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ കുടുംബത്തെ സന്ദർശിക്കാത്തതിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു പ്രതിപക്ഷം. മാത്രമല്ല, ഇപ്പോൾ മന്ത്രി 2 ദിവസം വൈകിയത് പോലും ഈ പ്രതിഷേധ സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു. ഇന്നലെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മന്ത്രി എത്തി കുടുംബത്തെ കണ്ട് സന്ദർശിച്ച് സർക്കാർ ഒപ്പമുണ്ട് എന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.